ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ നടന്ന പ്രതിഷേധങ്ങളിൽ വലിയ സംഘർഷ ഭൂമിയായ മലപ്പുറത്തെ പ്രതിഷേധം മാറി. മലപ്പുറത്തെ SP ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം മാറി എന്നുള്ളതാണ്. മുഴുവൻ പ്രവർത്തകരും റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. പ്രവർത്തകർ അതിന് തയ്യാറാകാതെ റോഡിൽ കിടന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോയതാ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് പ്രവർത്തകർ തന്നെ ഇപ്പോഴും റോഡിൽ തന്നെ ഇരിക്കുകയാണ്. അവരെ പോലീസ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവർ അതിന് തയ്യാറാകുന്നില്ല. അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടാതെയുള്ള പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്നുള്ളതാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുണ്ടായുസമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അകാരണമായിട്ടാണ് പോലീസ് മർദ്ദിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാതെയുള്ള പ്രതിഷേധമായിരിക്കും മലപ്പുറത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ അത്തരം അറിയിപ്പൊക്കെ തന്നെ നൽകിയിട്ടും സമരം പരാജയപ്പെടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമരം തകർക്കുന്നതിന് വേണ്ടി അകാരണമായി പ്രവർത്തകരെ മർദ്ദിച്ചു, തല്ലിച്ചതച്ചു, അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ സംഘർഷമാണ് സുജയ. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അവരുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് പൂർണ്ണമായും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച. സംഘർഷഭൂമിയായി മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം മാറി. മുൻപ് SP ആയി പ്രവർത്തിച്ചിരുന്ന സുജിത് ദാസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന SP ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് സമീപത്ത് കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്താണ് SP ഓഫീസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലകളൊക്കെ തന്നെ വലിയ പോലീസ് സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള ഒരു ഉപരോധത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നു. അതുതന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. റോഡ് ഉപരോധിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ മർദ്ദനമുണ്ടായിട്ടുള്ള ആരോപണമുയരുന്നു. ജില്ലാ നേതാക്കൾക്കുൾപ്പെടെ പോലീസ് അത്തരത്തിൽ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ 2 ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഉണ്ണിത്തൂരും വിജിത്തൂർക്കടവും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും പ്രവർത്തകർ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട്. ഒരു പ്രവർത്തകനെ ബലം പ്രയോഗിച്ച് തന്നെ പോകാം. നമുക്ക് ആംബിയൻസിലേക്ക് പോകാം. നിലത്ത് നിന്ന് എടുത്തു പൊക്കുന്നു, വീണ്ടും നിലത്ത് വയ്ക്കുന്നു, വീണ്ടും എടുക്കുന്നു. അങ്ങനെയാണ് അവരെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് നീക്കുന്നത്. ഏകദേശം എല്ലാവരെയും തന്നെ ഇപ്പോൾ വാഹനത്തിനുള്ളിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ മുബഷീർ? അയാളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അത്തരത്തിൽ ഇപ്പോൾ മറ്റൊരു പ്രവർത്തകൻ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അയാളെ കൂടി പോലീസ് വാഹനത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. കാഴ്ചയിൽ ഇതുവരെ പോലീസ് അത്തരമൊരു ലാത്തി ചാർജിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് പരമാവധി പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അതിനും തയ്യാറാകാതെ വന്നതോടെ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടുന്ന പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതോടുകൂടിയാണ് അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നത്. എന്നാൽ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഗതാഗതം പഴയപടിയാക്കിയിട്ടുണ്ട്. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പോലീസ് ബസ്സിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ബസ്സിലേക്ക് കയറ്റി ഒരു പ്രവർത്തകൻ്റെ വസ്ത്രമൊക്കെ തന്നെ മുഴുവനായും കീറിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കും. അയാളെ ഉൾപ്പെടെ ആ തരത്തിൽ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിൽ ഒരു വനിതാ പ്രവർത്തകയെ ഇപ്പോൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു. മറ്റൊരു പ്രവർത്തകൻ്റെ വസ്ത്രം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്, കീറിയിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ പൂർണ്ണമായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് ഗതാഗത മാർഗം പഴയപടിയാക്കി വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും വലിയ പ്രതിഷേധമായി ഇന്നത്തെ മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ SP ഓഫീസ് മാർച്ച് മാറി, സംഘർഷഭരിതമായി മാർച്ച് മാറി എന്നുള്ളതാണ്. ഇപ്പോഴും പ്രവർത്തകരൊന്നും തന്നെ പിരിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ തന്നെ ഓട്ടോറിക്ഷയിലാണോ മുബഷീർ? നോക്കൂ, ആ ദൃശ്യത്തിലേക്ക് നോക്കൂ. അതെ സുജയ തന്നെയാണ്. ഭാരവാഹിയാണോ? ആരാണത്? മറ്റൊരു ഓട്ടോയിൽ കയറ്റിയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആശുപത്രി. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ, ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകനാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തെ VSOയുടെ വാഹനത്തിൽ, DCC അധ്യക്ഷന്റെ വാഹനത്തിൽ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. വസ്ത്രങ്ങളൊക്കെ തന്നെ കീറിപ്പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ ആകമാനം മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റ വ്യക്തിയെ അവരുടെ വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഏകദേശം 20-ലധികം പ്രവർത്തകരെ തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ്. സമരം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു. എങ്കിലും മുഴുവനായും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ
പ്രവർത്തകർ നിൽക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു ഇത്തരമൊരു നീക്കം. അത് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കൃത്യമായും അറിയിപ്പ് കൊടുത്തുള്ളൊരു പ്രതിഷേധം, ആ പ്രതിഷേധം പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ തകർക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് SP ഓഫീസുകളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടന്നത്. മലപ്പുറം SP ഓഫീസിൽ മാർച്ച് നടത്തിയ പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്നാൽ എല്ലാവരും പോയിട്ടില്ല, ബാക്കിയുള്ളവർ അവിടെയുണ്ട്. അതിൽ പലരും ജലപീരങ്കി പ്രയോഗം ഏറ്റ ആളുകളുമാണെന്ന് തോന്നുന്നു, അല്ലേ മുബഷീർ? തീർച്ചയായും വിജയപാർവതി, ഏകദേശം 45 മിനിറ്റ് മുൻപ് അങ്ങനെ തന്നെ പറയേണ്ടി വരും, അപ്പോഴാണ് ഈ ഒരു സമരം ആരംഭിക്കുന്നത്. പോലീസ് SP ഓഫീസ് ക്യാമ്പ് ഓഫീസിന് മുൻപിൽ പോലീസ് വലിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചതിന് മുന്നിലേക്കായിരുന്നു പ്രതിഷേധമായി എത്തിയത്. വീണ്ടും ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെയുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. സമീപകാലത്ത് ഉണ്ടായതിൽ ഏറ്റവും വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മലപ്പുറത്ത് സംഘടിപ്പിച്ചു. അത് വലിയ സംഘർഷമായി മാറി. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അതിനുശേഷം ആഭ്യന്തര വകുപ്പിനെതിരെ വന്ന ശുചിദാസിനെതിരായ ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു സമരത്തിലേക്ക് കോൺഗ്രസ് കടന്നത്. അത് വലിയ സംഘർഷത്തിൽ തന്നെയാണ് കലാശിച്ചിരിക്കുന്നത്. വലിയ പരുക്ക് പ്രവർത്തകർ സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത്. അതാ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ അധ്യക്ഷനായ വ്യക്തിക്കാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്ക് സംഭവിച്ചത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ജില്ലാ നേതാക്കൾക്കുൾപ്പെടെ ഇപ്പോൾ മറ്റൊരു പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു പ്രവർത്തകനെ ഈ കോൺഗ്രസിൻ്റെ മറ്റ് പ്രവർത്തകർ ചേർന്നെടുത്ത് ഒരു ഓട്ടോയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ എത്തിച്ച ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രവർത്തകർക്ക് വളരെ ഗുരുതരമായ